ഹായ് ഫ്രണ്ട്സ്, എൽദോസ് കാരാമൽ. പുറത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും കാണാത്ത ഒത്തിരി നന്മ മരങ്ങളുണ്ട്. ആ ഒരു നന്മ മരത്തിന്റെ കൗതുകകരമായ ഒരു വാർത്തയുമായി എത്തിയിരിക്കുകയാണ്. റോം ടൗൺ ബ്രാഞ്ച് വൻ വിവാദത്തിലാണ്. വെറും വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. കരുത്തരായ 4 സാരഥികളാണ് നിൽക്കുന്നത്. അതിലൊരാൾ എന്റെ ഭാര്യ ബിജി എൽദോയാണ്. ബിജി എൽദോയുടെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അവിടുന്ന് കിട്ടിയ കൗതുകരമായ ഒരു വാർത്തയുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ സംഭവമാണ്. നന്മമരങ്ങൾ ഒത്തിരി പുറത്തുണ്ട്. 10 കിലോ അരി കൊടുത്തിട്ട് 10 സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടുന്ന ആ നന്മമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ, ശ്രദ്ധിക്കപ്പെടേണ്ട, എന്നിലെ നന്മ ആരും അറിയണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒത്തിരി പേർ പുറത്തുണ്ട്. അതിൽ ഒരാളുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലെ ഞങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ, ഇപ്പൊ വോട്ട് ചോദിച്ച് ചെല്ലുന്ന മിക്ക ഭവനങ്ങളിലും നമ്മളെ സ്വാഗതം ചെയ്യുന്നത് അവിടുത്തെ വളർത്തുനായ്ക്കളാണ്. ചിലപ്പോൾ നമ്മളെ കടിക്കും. ആദ്യത്തെ ദിവസം ഞങ്ങൾ ജസ്റ്റ് മിസ്സിങ് എനിക്കൊരു കടി. ഞാൻ ഓടാൻ തുടങ്ങി, തൊട്ട് പറയും, അത് ഓടി. വൈഫ് പറഞ്ഞു ഓടലേട്ടായി നിൽക്കാൻ പറഞ്ഞു, നിന്നു, അത് നിന്നു. അങ്ങനെ അതിന്റെ ആക്രമണത്തിൽ ഞാൻ ജസ്റ്റ് മിസ്സായി. ഞാൻ പറയുമ്പോ അത് ഏത് വീടാന്നൊക്കെ എല്ലാവർക്കും പറയാം. ഇന്നലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾ ആ വീടിന്റെ കോളിംബെല്ല് അടിക്കണ അവിടം വരെ എത്തിയപ്പോഴാണ് ഈ കാപ്പി ഞാൻ പരിചയപ്പെടുന്നു. കാപ്പി എന്നാണ് പേര്, പെൺപട്ടിയാണ്. ഇവള് പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്നു, സൈഡിൽ നിന്ന് തൊട്ടു. ഓടാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു പ്രവൻകാരുടെ നമ്പർ, ഒരു കാട്ടായം. ആ കാട്ടായത്തിൽ അവൾ സമാധാനത്തിന്റെ വെള്ളപ്പൊടി പോലെ അവളെ വാല് പയ്യാക്കി ആശ്വാസമായി. ആക്രമണമൊന്നും ഉണ്ടാവില്ല, ഒരു ആക്രമണം ഉണ്ടായില്ല. ആ വീട്ടുകാർ വാതിൽ തുറന്നു, സംസാരിച്ചു, വോട്ട് ചെയ്യണം. അങ്ങനെ ചർച്ചയെല്ലാം കഴിഞ്ഞ് നിന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് ഏത് ഇനമാണ് ചേച്ചി, നല്ല ഒരു ഇണക്കമുണ്ടല്ലോ. അപ്പൊ ആ ചേച്ചി പറഞ്ഞൊരു കഥയുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. അവരുടെ വീടിന്റെ ഭാഗത്ത് പർവ്വതത്തിന്റെ പല മേഖലയിൽ നിന്നും സ്വന്തം വീട്ടിലുണ്ടാവുന്ന പട്ടി കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് അവിടെ കൊണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുങ്ങൾ ആ രാത്രിയിൽ അവിടെ കിടന്ന് നൊലോളിച്ച്, കുറച്ച് ആകാരത്തിനുള്ളിൽ നൊലോളിച്ച് വിഷമിക്കുന്നത് കണ്ട് ആ വീട്ടിലെ ഗ്രഹനാഥൻ, അതാരെങ്കിലും ആയിക്കോട്ടെ, SOY, ആ വീട്ടിലെ ഗ്രഹനാഥൻ നിങ്ങളെ എടുത്തുകൊണ്ട് വന്ന് വളർത്തുന്നു. 6-7 എണ്ണം ആ കുടുംബത്തിലുണ്ട്. 1-2 എണ്ണത്തിന് അവരെ കസിൻസിന് കൊടുത്തു വിട്ടു. ഇതുങ്ങളെ സ്വന്തമായിട്ട് അവർ വളർത്തിയിട്ട് വലുതാക്കുന്നു. ഈ കാപ്പി ആ തെരുവിൽ കിടന്ന് വളർന്ന് തെരുവിന്റെ ഒരു പട്ടിയായി മാറേണ്ട സാഹചര്യത്തിൽ നിന്നും അതിനെ നല്ല ഭംഗിയായി, വൃത്തിയായി ആ കുടുംബം പരിപാലിക്കുന്നത് കാണുമ്പോൾ അത് നിങ്ങളെ അറിയിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇതുപോലെയുള്ള നല്ല ആളുകൾ ഈ പിറവം പട്ടണത്തിലുണ്ട്. അവർക്ക് ഞങ്ങളൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നിർത്തുന്നു. എൽദോസ് കാരാമൽ.